ഹായ് ഫ്രണ്ട്സ്, ശ്യാമളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തക്കാളി കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്ക് കേട്ടോ. ഇതൊരു 4-5 തക്കാളി, ഇത്ര വന്ന് 5 തക്കാളി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവാള കേട്ടോ, ഇത്രയേ ഉള്ളൂ. ആ 2 സവാള എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഉലുവ, കടുക്, ഇത്രയൊക്കെയാണ് ആവശ്യമുള്ളത്. കരിവേപ്പില നമ്മൾ ആവശ്യത്തിന്, അത് പിന്നെ ആവശ്യത്തിന് എണ്ണ, ഇതൊക്കെയാണ് കേട്ടോ വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇതാട്ടോ, അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചത് വഴറ്റാനുള്ള വെളിച്ചെണ്ണ വേണം കേട്ടോ. ഒരു 2 ടീസ്പൂണെങ്കിലും വേണം. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായാൽ നമ്മൾ ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കാം. ഇതായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിട്ട് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതായിട്ട് കടുകും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്, സവാള അതിലേക്ക് ഇടുക. നന്നായിട്ട് എന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാട്ടോ, ഉള്ളി ഒരുവിധം വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും അത് അതിലേക്ക് ഇടുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കരിവേപ്പില അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വഴറ്റുക. ഇനിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. ഇത് നാടൻ തക്കാളിയല്ല കേട്ടോ, ബാംഗ്ലൂർ തക്കാളിയാണ്. നാടൻ തക്കാളിയാണ് ഇത് ഏറ്റവും നല്ലത് ഈ കറി വയ്ക്കാൻ. ഇതാണ് കുറച്ച് വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നല്ലോണം വഴന്ന് വരട്ടെ. ഇതായിട്ട് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ചേരുവകൾ മസാല ചേർക്കാം. 2 സ്പൂണ് മല്ലിയാണ് കേട്ടോ ചേർക്കണം. 2 സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടിയാണ് നമുക്ക് ചേർക്കാനുള്ളത്. കേട്ടോ, ആവശ്യത്തിന് മുളക് പൊടി, അത് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ചമണം മുഴുവൻ മാറണം, അതുവരെ നന്നായി വഴറ്റണം. ഇതായിട്ട് ഒരുവിധം വഴന്ന് വന്ന് ഇനി നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇനി ഇത് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ച്. ഞാൻ ഒരു 2.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. ഉപ്പൊക്കെ അവരവരുടെ അളവിനനുസരിച്ച് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. വേണമെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് നാളികേരം അരച്ച് ചേർത്തവേ. ഒരു പിടി നാളികേരം അരച്ചിട്ട് ഇതാട്ടോ, അത് വേവുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒറ്റ പിടി, അതായത് ഒരു അരമൂടി തേങ്ങ തികച്ചെടുത്തിട്ടില്ല, ഒരു 4 ടീസ്പൂൺ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വേറൊന്നും ഇടണ്ട കേട്ടോ. വെറുതെ ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ട് 1-2 ചെറിയ ഉള്ളി ഇടുക. പിന്നെ ലേശം വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരിക കേട്ടോ. ഇതാട്ടോ, തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരമുണ്ടല്ലോ, അതിൽ ലേശം വെള്ളം വാർന്നിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ പുളി ഉണ്ടോ നോക്കുക. പുളി ഇല്ലേ ചില ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതിൽ ഒഴിക്കുക കേട്ടോ. പുളി ഇത്തിരി കമ്മിയാണ്. അപ്പോൾ നമ്മൾ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇതാട്ടോ,
ഇതാ ഞാൻ പുളി പിഴിഞ്ഞെടുത്തത് ഒരു അര ഗ്ലാസ് ഉണ്ട്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവട്ടെ. നല്ല ടേസ്റ്റാണ്. ചോറ് എത്ര വേണമെങ്കിലും ഉണ്ണാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു കാൽ സ്പൂൺ ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുളിയും എരിവും ഒക്കെ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി, സ്പെഷ്യൽ തക്കാളിപ്പുളിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. പിന്നെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് എൻ്റെ വിചാരം. നല്ല കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.